ഏവർക്കും സുഖമാണല്ലോ അല്ലേ? കൊച്ചിൻ സിറ്റിയിലെ തകർപ്പൻ ഡീലുകൾക്കായി ഫുൾ പ്രോപ്പർട്ടി വീഡിയോസ് കാണുക. ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കൊച്ചിൻ സിറ്റിയിൽ ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പ്യുവർലി ശരിക്കൊരു ട്രഡീഷണൽ രീതി അല്ലെങ്കിൽ നമ്മുടെ കേരള തനിമയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയി നിർമ്മിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ട്. അതും നല്ല ഒരു വാല്യൂ ഫോർ ബഡ്ജറ്റ്, ഏകദേശം നല്ല ഒരു റേഞ്ചിനാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഏകദേശം ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ രീതിയിലാണ് ഇവിടെ പ്രൊജക്റ്റുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന സാമ്പിൾ വില്ലകൾ തന്നെയാണെങ്കിലും വിത്തിൻ നോ ടൈം ഇറ്റ് ഗോട്ട് സോൾഡ് ഔട്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ 4 എണ്ണത്തിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്, എങ്കിലും അതിൽ 2 എണ്ണം ഓൾറെഡി വിറ്റുപോയി. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ ഒരു ഡിമാൻഡ്. സോ വാട്ട് വുഡ് ബി ദ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് റേറ്റ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ? നിങ്ങൾക്ക് കാണാം നല്ലൊരു പ്രശാന്തമായിട്ടുള്ള ഒരു ലൊക്കാലിറ്റി. പിന്നെ നിങ്ങൾ നമ്മളുടെ പ്രോപ്പർട്ടി വീഡിയോസ് കാണുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി വീഡിയോസ് ഇഫ് യു ലൈക്ക് ഇറ്റ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഒന്ന് സബ്സ്ക്രൈബിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മലയാളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ലപോലെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ എന്താണെന്നറിയില്ല, നല്ല ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു. യു ആർ നോട്ട് അറ്റ് ഓൾ കമൻറ്റിങ്. അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ നൽകി നമ്മളെ ഒരു കൊച്ചു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തരിക. പിന്നെ ബാക്കി നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നല്ല വീതിയുള്ള ഒരു പോച്ച് ഏരിയ, അതും നല്ല ഗേറ്റുകൾ നൽകിയിരിക്കുന്നു. നമുക്ക് ഏകദേശം 2 വലിയ വണ്ടി, എനിക്ക് തോന്നുന്നു ഇന്നോവ പോലത്തെ വണ്ടികൾ പാർക്ക് ചെയ്യുവാൻ സാധിക്കും. എല്ലാവരും ഇന്നോവ പോലത്തെ വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. പിന്നെ ലുക്ക് അറ്റ് ദ എലിവേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കേരള തനിമ ഓൺ വെരി എന്താ പറയുക ഒരു കണ്ടംപററി ഡിസൈനിൽ നല്ല ഒരു എന്താ പറയുക നമ്മുടെ ഇഷ്ടിക രീതിയിലുള്ള അല്ലെ റെഡ് ബ്രിക്സിൻ്റെ രീതിയിലുള്ള ക്ലാഡിംഗ് ടൈൽസ് നൽകിയിരിക്കുന്നു. അതും നോക്കുക, ദ ഗ്രീനറി. ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലൊക്കെ കാണുന്നുണ്ടല്ലോ, നമുക്ക് ആ നാട്ടുമ്പുറമാണ് ആലോചിക്കുന്നത്. വെറും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് ഏരിയയിൽ തെങ്ങോട് എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ഹാർഡ്ലി ഒരു 2 മിനിറ്റ് ഡ്രൈവും കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് ഹാർഡ്ലി ഒരു 2 കിലോമീറ്റേഴ്സ് അല്ലേ അരുൺ? ഹാർഡ്ലി ഒരു 2 കിലോമീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇവിടുന്ന് ഒരു സ്റ്റെയർസ് പോലെ ഒരു വർക്ക് നൽകി അതിൽ ഫുള്ള് കാറ്റ്ലോസ് കയറ്റി. ഈ കാറ്റ്ലോസിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു വേനൽക്കാലമായി കഴിയുമ്പോഴത്തേക്കും മുഴുവൻ ഈ ഒരു ഗ്രീനറിയെ കാണുകയല്ല, നിങ്ങൾ മുഴുവൻ ഒരു യെല്ലോ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ചിക്കൂസ് സപ്പോർട്ടാസ് എന്ന് പറയുന്ന ചിക്കൂസ് നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. ചെറിയ ഒരു ഏരിയയിലാണ്, ഏകദേശം 4 സെൻറ് സ്ഥലം അല്ലേ? 4 സെൻറ് സ്ഥലത്ത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള 3 ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് ഒരു ചെറിയൊരു യൂട്ടിലിറ്റി റൂമും കൂടി നമ്മൾക്ക് ലഭ്യമാകുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഒരു കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഉടലെടുത്ത എക്സ്പീരിയൻസോട് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു രീതിയിലും ഒരു അരോചകത്വം തോന്നുന്ന ഒരു പ്രോപ്പർട്ടി അല്ല ഇത്. ടു ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ നല്ല ഒരു കേരള തീം നൽകി, അല്ലെങ്കിൽ നല്ല ഒരു ട്രഡീഷണൽ എഫക്റ്റ് നൽകി കേരള തനിമയെ അല്ലെങ്കിൽ കേരള കൾച്ചറിനെ എങ്ങനെ ഒരു മോസ്റ്റ് മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈനിലേക്ക് എത്തിക്കാം എന്നാണ് ദേ ഹാവ് ഡൺ ഇറ്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 വണ്ടികൾ സൈഡ് ബൈ സൈഡ് പാർക്ക് ചെയ്യാവുന്ന കവേർഡ് പാർക്കിംഗ് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ തന്നിരിക്കുന്ന സ്പേസ് എല്ലാം തന്നെ നല്ല ഗ്രീനറിയും, വാട്ട് ടു സേ എ പ്യോർലി എക്കോ ഫ്രണ്ട്ലി മോഡേൺ ഹൗസ് ഫോർ യു ടു പർച്ചേസ്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 വീടുകളിൽ തന്നെ 2 എണ്ണം ഓൾറെഡി സോൾഡ് ഔട്ട് ആയത്. ഈ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാക്കനാട് തെങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ഹാർഡ്ലി ഒരു 650 മീറ്റേഴ്സ്, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഡ്രൈവ് കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം. ഒരു രീതിയിലുള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളും അല്ല, ഒരു രീതിയിലുള്ള വാട്ടർ ലോഗിങ് ഇഷ്യൂസും വരാത്ത നല്ല ഹൈലി എലിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ മെയിൻ ഡോറിൽ തന്നെ കൊടുത്തിരിക്കുന്ന എയിലിൻ്റെ ലോക്സ് ആണ്, വിത്ത് മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് ലൈക്ക് നമ്പർ ലോക്കിംഗ് ആൻഡ് ഓൾ ദാറ്റ്. ഈ ബിൽഡർ മാക്സിമം ക്വാളിറ്റി നിലനിർത്തി പ്രൊജക്റ്റ് ചെയ്യുവാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ക്യാൻ
ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ നമ്മൾക്ക് ലഭ്യമാകുന്നു ആൻഡ് പ്രോപ്പർലി വെന്റിലേറ്റഡ്. പിന്നെ എടുത്തു പറയുവാനുള്ള ഒരു കാര്യം, ഇതിൽ നാച്ചുറൽ സൺലൈറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ. ലൈറ്റ് ഫിക്സേഴ്സ് ഒന്നും തന്നെ പ്രൊവൈഡഡ് അല്ല. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ക്ലിയർ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വീഡിയോ. പ്രോപ്പർ സൺലൈറ്റ് ഈസ് കമ്മിങ് ഇൻ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയയിൽ വാഷ് കൗണ്ടറിന് തൊട്ട് ചേർന്നായി ഒരു സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗാർഡൻ വർക്കും നൽകിയിരിക്കുന്നു. ഇറ്റ് ഓൾവേസ് ഇൻസ്പയർസ് അബൌട്ട് ദ ലൈഫ് വിത്ത് ദ നേച്ചർ. ഇനി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ, നല്ല എൽ ഷേപ്പ് നൽകി നല്ല വലിപ്പമുള്ള പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ. ഒരു രീതിയിലുള്ള ഒരു കൺജഷനും നിങ്ങൾക്ക് ഈ കിച്ചൺ ഏരിയയിലേക്ക് ഫീൽ ചെയ്യുകയേ ഇല്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ അവിടെ കബോർഡ് വർക്ക്സും ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ലഭ്യമാകുന്നു. വെൻ വി എൻറ്റർ ദ ടോയ്ലറ്റ് ഏരിയ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടൈൽസും അതുപോലെ തന്നെ ഫിക്സ്ചേഴ്സും നൽകി, വാട്ട് ടു സേ, ഇറ്റ്സ് എ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിച്ചാൽ നല്ല സ്റ്റീൽ അതുപോലെ തന്നെ മരത്തിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്ത് അത്യാവശ്യം നല്ല വീതി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെയർസാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലഭ്യമാകുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലഭ്യമാകുന്നു. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മിക്ക പ്രോപ്പർട്ടിയിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന പൂരപ്പറമ്പിൽ ഇട്ടിരിക്കുന്ന പോലെ ലൈറ്റിങ്സ് കാണാം. പക്ഷേ ഈ പ്രോപ്പർട്ടിയിൽ എവറിത്തിങ് വാട്ട് യു സീ ഈസ് ഗെറ്റിംഗ് നാച്ചുറൽ സൺലൈറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി ഏരിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ലഭ്യമാകുന്നു. ഈവൻ ചെറിയ ചെറിയ പോട്ട്സിൽ ഗ്രീനറികൾ എല്ലാം നൽകിയിരിക്കുന്നു. നല്ലൊരു പ്രൈവസി ലഭ്യമാകുന്ന ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കൊച്ചിൻ സിറ്റിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊല്യൂഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെയുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൂടുതൽ ഡ്രൈവ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ യു വോണ്ട് ബി ഹാവിങ് എനി കൈൻഡ് ഓഫ് പൊല്യൂഷൻ ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ പ്രവേശിച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡിസൈനിങ് ആസ്പെക്ട് ഓഫ് ദിസ് ടോയ്ലറ്റ്. മുകളിൽ നിന്ന് നല്ല നാച്ചുറൽ സൺലൈറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു ഇവിടെയും ഗ്രീനറി നൽകിയിരിക്കുന്നു. ഇവിടെയൊക്കെ കുളിക്കുമ്പോൾ ഒരു മൂളിപ്പാട്ട് ഓട്ടോമാറ്റിക്കലി വന്നു പോകുകയെ. എന്താ പറയുക, ടു ആൻ എക്സ്റ്റെൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈനർ എലഗൻസ് ഓഫ് ആർക്കിടെക്ചർ. ദാറ്റ്സ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഫോർ എ വെരി നോമിനൽ റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സുകൾ എല്ലാം നൽകിയിരിക്കുന്ന ഒരു സെക്കൻഡ് ബെഡ്റൂം നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ലഭ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു ഈസ് അറ്റാച്ച്ഡ്. ഈ പ്രോപ്പർട്ടിയുടെ റേറ്റ് യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻസ് ഓർ എൽസ് യു ക്യാൻ ജസ്റ്റ് ഗിവ് മീ എ കോൾ. കാരണം അടുത്ത പ്രോപ്പർട്ടീസിന് ശരിക്കും പറഞ്ഞാൽ ഇനിയും റേറ്റ് മുകളിലേക്ക് വരുവാനുണ്ട്. സോ വൺസ് ഐ സേ ദ റേറ്റ് ദെൻ ഐ ക്യാൻ എഡിറ്റ് ദ വീഡിയോസ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസിൽ ഒരിക്കലും റേറ്റ് പറയാത്തത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ യൂട്ടിലിറ്റി ഏരിയ. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ വാഷ് മെഷീൻസോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും യൂട്ടിലൈസേഷന് യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഇനി നമ്മൾ ടെറസ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയായി. അവിടെ ടെറസ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ടോട്ടലി കവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂഫ് വർക്ക്സ് നൽകി ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ടെറസ് ഏരിയയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടെറസ് ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആറ്റിക് ഏരിയയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ജിം അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ ഇവിടെ ചെയ്യുന്നതിന് യു ഹാവ് ലോട്ട് ഓഫ് സ്പേസ്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിൻ സിറ്റിയിൽ കാക്കനാട് ഏരിയയിൽ ടു ദ വെരി ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയി, എന്നാൽ ഒരു രീതിയിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്താത്ത പ്യോർലി മോസ്റ്റ് മോഡേൺ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസോട് കൂടിയ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താല്പര്യമുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഉടനടി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ നല്ല പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്കുണ്ട് എങ്കിൽ ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങൾക്ക് നമ്മളുടെ പ്രോപ്പർട്ടി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിച്ച് നമ്മളെ കുഞ്ഞു ചാനലിനെ ഒന്ന് വേർപ്പിച്ച് വലുതാക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഏവർക്കും ഒരു തകർപ്പൻ
ഹോളിഡേ സീസൺ ആശംസിച്ചുകൊണ്ട് എബിൻ ജോസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ, സീ യാ. And I keep you in my heart.